നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആനൽ ഫിഷറിൽ ഉണ്ടാകുന്ന മുറിവ് വളരെ ചെറുതാണ് എന്ന്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ആ മുറിവ് കാരണം ഇത്രയധികം വേദന ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി ഇത്രയധികം സമയമെടുക്കുന്നതും? നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ആനൽ കനാലിന് ചുറ്റും മലം പിടിച്ചു വെക്കാൻ നമ്മളെ സഹായിക്കുന്ന 2 മസിലുകളുണ്ട് എന്നുള്ളത്. ഉള്ളിലുള്ള മസിലിനെ നമ്മൾ ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്നും പുറത്തുള്ള മസിലിനെ നമ്മൾ എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്നുമാണ് പറയുന്നത്. ഇതിൽ നമുക്ക് വോളണ്ടറിലി നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പുറമേയുള്ള എക്സ്റ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്ന മസിലാണ്. ഉള്ളിലുള്ള ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അത് ഓൾവേസ് ഒരു സെമി കൺസ്ട്രക്റ്റഡ്, ഒരു കുറച്ചൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്ത രീതിയിലാണ് ആ മസിൽ ഉണ്ടാവുക. ആ കൺട്രാക്ഷനാണ് നമുക്ക് സ്റ്റൂളിൻ്റെ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നത്. അകാരണമായിട്ട് ഈ മലം പുറത്തേക്ക് പോവാതെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നത് ഉള്ളിലുള്ള ഈ മസിലിൻ്റെ ചെറിയ ഒരു കൺട്രാക്ഷനാണ്. അതെപ്പോഴും ഉണ്ടാകും. ഇനി ഒരു ആനൽ ഫിഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള സ്കിന്നിലുണ്ടാകുന്ന ബ്രേക്കിലൂടെ ആ സ്കിന്നിൽ മുറിവുണ്ടാകുന്നു. ആ മുറിവിലൂടെ അവിടെയുള്ള അവിടെയുള്ള ഞരമ്പുകൾ എക്സ്പോസ്ഡ് ആവുകയും അതൊരു സിവിയർ ആയിട്ടുള്ള, വളരെ കൂടുതലായിട്ടുള്ള ഒരു വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ വേദന ഉണ്ടാകുമ്പോൾ ഒരു റിഫ്ലക്സ് എന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ ശക്തമായി കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെയധികം ടൈറ്റാകുന്നു. ഇതൊരു റിഫ്ലക്സ് പോലെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ അറിയാതെ ചൂടിലോ അല്ലെങ്കിൽ ഉള്ളിലൊക്കെ പോയി കൈ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കൂലേ, അതൊരു റിഫ്ലക്സാണ്. എന്ന പോലെ മലദ്വാരത്തിൻ്റെ അവിടെ ഫിഷർ ഉണ്ടായിട്ട് അത് കാരണം ഒരു വേദന ഉണ്ടാകുമ്പോൾ ഒരു റിഫ്ലക്സ് എന്ന പോലെ ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ, ഉള്ളിലുള്ള ഈ മസിൽ അതിശക്തമായിട്ട് ടൈറ്റാകുന്നു. ഇത് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകാതെ ഒരു പ്രിവെൻഷൻ എന്ന പോലെയാണ് ഇങ്ങനൊരു റിഫ്ലക്സ് മെക്കാനിസം ഉള്ളത് എങ്കിലും ഇത് കാരണം കുഴപ്പങ്ങൾ കൂടുതലാവുകയാണ് ചെയ്യുക. ഈ മസിൽ ടൈറ്റാകുമ്പോൾ വേദന കൂടുന്നു. അതുമാത്രമല്ല, ഫിഷർ ഉണ്ടായ ഭാഗത്തേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ പാസ് ചെയ്യുന്നത് ഈ പറഞ്ഞ മസിലിന് പരിസരത്ത് കൂടിയാണ്. അപ്പോൾ ഈ മസിൽ സ്ട്രോങ് ആയിട്ട് ടൈറ്റായി നിൽക്കുമ്പോൾ ചുറ്റും പരിസരത്ത് കൂടെ പാസ് ചെയ്യുന്ന ഈ രക്തക്കുഴലുകളെ അത് ഞെരുക്കും. രക്തക്കുഴലുകൾ ഞെരുങ്ങിക്കഴിഞ്ഞാൽ ഫിഷറിൻ്റെ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയും. ശരീരത്തിൽ എവിടെയാണെങ്കിലും ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ അവിടേക്ക് ആവശ്യത്തിന് ബ്ലഡ് ഫ്ലോ ഉണ്ടാകണം. ആ ബ്ലഡിലൂടെ ഓക്സിജനും പ്രോട്ടീൻസും ഒക്കെ എത്തുമ്പോഴാണ് പെട്ടെന്ന് മുറിവ് ഉണങ്ങുന്നത്. പക്ഷേ ഇവിടെ ആ രക്തയോട്ടമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുറിവ് ഉണങ്ങാൻ എന്ത് ചെയ്യും, സമയമെടുക്കും. ഇങ്ങനെ കാലതാമസം വരിക